പറവൂരിൽ വി ഡി സതീശനെ തോൽപ്പിക്കാൻ CPIM-മായി സീറ്റ് വെച്ചു മാറുമെന്നത് ആലോചിക്കണമെന്ന് CPI നേതാവ് KE ഇസ്മായിൽ പറയുകയാണ്. ശക്തനായ സ്ഥാനാർത്ഥി ഇടതുപക്ഷം മത്സരിപ്പിക്കണം. VS സുനിൽകുമാർ ശക്തനായ സ്ഥാനാർത്ഥിയാണെന്നും KE ഇസ്മായിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പക്ഷെ അവിടെ VD സതീശനെ തോൽപ്പിക്കണം. അത് ഇടതുപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമായി കഴിയുന്ന ഒരു കാര്യമല്ലെങ്കിൽ CPM-ആയിട്ട് ആലോചിക്കണം, ഇടതുപക്ഷത്തിൽ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇയാൾക്കെതിരായി മത്സരിക്കാൻ കഴിയുന്ന സൂട്ടബിളായിട്ടുള്ള സ്ഥാനാർത്ഥി ആരെന്ന് കണ്ടുപിടിച്ചാൽ അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെ നിർത്തി ഈ പ്രാവശ്യം സതീശനെ തോൽപ്പിക്കണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. ഏത് രീതിയിലാണെങ്കിലും ഞാൻ അത് പ്രത്യേകം അത് പറയുന്നില്ല. കൂട്ടായിട്ട് ആലോചിച്ചിട്ട് സതീശനെ തോൽപ്പിക്കാൻ നമുക്ക് ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന് തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥി ഏത് പാർട്ടിയുമായി ബന്ധപ്പെടുന്നവരാണെങ്കിലും രാഷ്ട്രീയമില്ലാത്തവരാണെങ്കിലും അത്തരം ഒരാളെ കണ്ടുപിടിച്ച് അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് ഈ മുന്നണി ഏറ്റെടുക്കണം. എന്നാൽ ഇപ്രാവശ്യം തോൽപ്പിക്കാൻ പറ്റും. അത് സുനിൽകുമാറോ അതുപോലുള്ള ആളുകളോ ആരാണ് തീരുമാനിക്കുന്നത്, പാർട്ടിയും മുന്നണിയൊക്കെയാണ് അവർ തീരുമാനിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. സച്ചിനെ, ഇപ്പം പറവൂരിൽ VD സതീശനെ തറ പറ്റിക്കാനുള്ള എന്തൊക്കെ ഫോർമുലയാണ് ഇസ്മായിൽ പറയുന്നത്? സേതു, തീർച്ചയായും. കാരണം മൂന്നാം ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി ഭരണത്തിൽ വരും എന്ന് തന്നെയാണ് KE ഇസ്മായിൽ പറയുന്നത്. അപ്പോൾ തന്നെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പറവൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന ആവശ്യവും മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ പറയുന്നുണ്ട്. പ്രധാനമായും CPI മത്സരിക്കുന്ന സീറ്റാണ് പറവൂർ. അതിനാൽ തന്നെ CPIയിൽ ശക്തരായ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ CPM-മായി ആലോചിച്ചുകൊണ്ട് സീറ്റ് വെച്ചുമാറൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. LDF-ലും അത്തരം കാര്യങ്ങളിലെല്ലാം ചർച്ച ചെയ്യണം എന്ന കാര്യവും KE ഇസ്മായിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ CPIയിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ്. VS സുനിൽകുമാറിന് താല്പര്യമുണ്ടെങ്കിൽ പാർട്ടി തീരുമാനപ്രകാരം പറവൂരിൽ മത്സരിപ്പിക്കണം എന്ന ആവശ്യവും ഇസ്മായിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് തന്നെയാണ് KE ഇസ്മായിൽ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ പാലക്കാടും അതേപോലെ തന്നെ മറ്റ് ജില്ലകളിലെല്ലാം ജനകീയനായ സ്ഥാനാർത്ഥികളെ CPI നിർത്തണം എന്ന ആവശ്യവും ഇസ്മായിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും തുടർ ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ CPIയിലെ ടേം വ്യവസ്ഥ അടക്കമുള്ള കാര്യങ്ങളെല്ലാം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ചില മണ്ഡലങ്ങളിലെല്ലാം നിലവിലെ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിച്ചാൽ ജയിക്കുമെന്ന സ്ഥിതിയാണുള്ളത്. മാത്രമല്ല, ആദ്യ തവണ മത്സരിച്ച ചില സ്ഥാനാർത്ഥികളൊക്കെ കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തേണ്ടതുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ജനകീയനായ CPI സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം എന്ന ആവശ്യവും മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ ഉന്നയിച്ചിട്ടുണ്ട്. സേതു.